കേരള രാഷ്ട്രീയത്തിലെ ഡൽഹി പോര്. മുഖ്യമന്ത്രിയാകാൻ സതീശന്റെ കടുത്ത നിലപാട്. ഡൽഹിയിൽ ഹൈക്കമാൻഡ് ചർച്ചകൾ നിർണായകം. കേരളത്തിലെ കോൺഗ്രസിൽ കലാപക്കൊടിയോ? നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിന്റെ കണ്ണ് ഇപ്പോൾ ഡൽഹിയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം ആരാകണം കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഉത്തരം തേടി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർണായകമായ ചർച്ചകളുടെ അങ്കത്തട്ടിലാണ്. മൂന്ന് കരുത്തന്മാരാണ് ഇവിടെയുള്ളത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ച് സതീശൻ നിലപാട് ഘടിപ്പിക്കുമ്പോൾ കേരളം ഒരു രാഷ്ട്രീയ കലാപത്തിന് സാക്ഷ്യം വഹിക്കുമോ? വി.ഡി. സതീശൻ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഒന്നുകിൽ മുഖ്യമന്ത്രി പദം, അല്ലെങ്കിൽ ഒന്നുമില്ല. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായും സതീശൻ ധനകാര്യമന്ത്രിയുമായുള്ള ഹൈക്കമാൻഡ് ഫോർമുല അദ്ദേഹം തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിച്ചുള്ള ഒരു പദവിയും തനിക്ക് വേണ്ടെന്നും ഒരു സാധാരണ MLA ആയി പോലും തുടരാൻ താൻ തയ്യാറല്ല എന്നും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ 63 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലം ഒരാൾ രാജിവെക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ താൻ മത്സരിച്ച പറവൂരിൽ നിന്ന് തന്നെ KC വേണുഗോപാലിന് മത്സരിക്കാവുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു. തന്റെ നിയമസഭാ സീറ്റ് വിട്ടു നൽകുന്നതിന് സമാനസാല തയ്യാറാണ് എന്നുമാണ് അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചത്. അദ്ദേഹത്തിന് കടുത്ത തീരുമാനം ഹൈക്കമാൻഡിനെ അക്ഷരാർത്ഥത്തിൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഭരണപരിചയം മുഖ്യമന്ത്രിയാകാൻ മാനദണ്ഡമല്ലെന്ന് മോദിയെയും VS-നെയും ഉദാഹരണമാക്കി അദ്ദേഹം തുറന്നടിച്ചു. ചെന്നിത്തലയ്ക്കുള്ള പരോക്ഷ മറുപടിയായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇതിനെ കാണുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നിരീക്ഷിക്കാനെത്തിയ മുഗൾ വാസനിക്കും അജയ് മാക്കനും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് നൽകിയ റിപ്പോർട്ടിന് പിന്നാലെയാണ് ചർച്ചകൾ പുരോഗമിച്ചത്. MLA-മാരുടെ ഭൂരിപക്ഷം മാത്രം നോക്കാതെ നിലവിലെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം കൂടി പരിഗണിച്ചാകും അന്തിമ തീരുമാനം ഉണ്ടാവുക. ഡൽഹിയിൽ സതീശന് ലഭിച്ച വൻ സ്വീകരണം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജാമിയ മിലിയ ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയൊരു നിര സതീശനെ അനുകൂലിച്ച് കേരള ഹൗസിന് മുന്നിൽ എത്തിയത് അദ്ദേഹത്തിന്റെ യുവജന സ്വീകാര്യതയുടെ തെളിവായി മാറുകയാണ്. ഈ നാടകീയ നീക്കങ്ങൾക്കിടയിലും KC വേണുഗോപാൽ മൗനം തുടരുകയാണ്. AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിലുള്ള സ്വാധീനവും രാഹുൽ ഗാന്ധിയുമായുള്ള സൗഹൃദവും MLA-മാരുടെ പിന്തുണയും അദ്ദേഹത്തിന് കരുത്തു പകരുന്നു. എന്നാൽ 2022 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ KCയുടെ സാന്നിധ്യം വേണമെന്ന് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നുണ്ട്. മറുവശത്ത് സോണിയാഗാന്ധിയുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണ്. ഇതിനിടയിൽ മുസ്ലിം ലീഗ് പ്രിയങ്ക ഗാന്ധി വഴി സതീഷിനായി കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നേരിടണം. അത്തരമൊരു സാഹചര്യം സുരക്ഷിതമല്ലെന്ന് കേരളത്തിലെ നേതാക്കൾ ഹൈക്കമാൻഡിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വി.ഡി. സതീശൻ ഒരു സ്ഥാനവും സ്വീകരിക്കാതെ പുറത്തു നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയാകും ഉണ്ടാവുക. അത് മറ്റു നേതാക്കളുടെ ചങ്കെടുപ്പ് കൂട്ടുന്നുണ്ട്. മാത്രമല്ല, MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ KC വേണുഗോപാലിന് അവിടെ തന്നെ മത്സരിക്കേണ്ടി വരും എന്നതും ഒരു പ്രശ്നമാണ്. ഒരു മണ്ഡലം കൂടി തനിക്ക് മത്സരിക്കാൻ വേണ്ടി രാജിവെപ്പിക്കേണ്ടി വരിക എന്നത് പിന്നീട് ബുദ്ധിമുട്ടാവും. അച്ചടക്കമുള്ള കോൺഗ്രസുകാരനായി തുടരാമെന്നും ഒരു സ്ഥാനമാനങ്ങളും വേണ്ടെന്നും സതീശൻ പറയുമ്പോഴും അതൊരു പരോക്ഷമായ വെല്ലുവിളിയായാണ് ഹൈക്കമാൻഡ് കരുതുന്നത്. എല്ലാവർക്കും സമ്മതമായ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് MLA-മാർ പറയുമ്പോഴും ഡൽഹിയിലെ ഓരോ മണിക്കൂറുകളും കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതാണ്. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങളും വാർത്തകളുമായി വീണ്ടും എത്താം. ന്യൂസ് ഡെസ്ക് കേരളീയം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.